അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ സേട്ടോ ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു ബംഗാളിന്റെ തലയിലേക്കാരം ക്യാ ഹുവാ ഞാൻ എറിഞ്ഞു നോക്കിനോന്നാ ഞാൻ പറഞ്ഞു മൈഗ്രന്റ് ലേബേഴ്സ് അതിഥി തൊഴിലാളികൾ അതിഥി അതായത് നമ്മളെന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ അതിഥി ദേവോ അതായത് നമ്മൾ അതിഥികൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്വീകരിക്കണം അങ്ങനെയല്ലേ. ഈ പെരുമ്പാവൂരിന്റെ പ്രശ്നം എന്താ നമുക്കറിയാം? പെരുമ്പാവൂരിന്റെ അത്രയും തോന്നെ അതിഥി തൊഴിലാളികൾ വരുന്ന ആളുകളാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ സേട്ടോ ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു ബംഗാളിന്റെ തലയിലേക്കാരം ക്യാ ഹുവാ ഞാൻ എറിഞ്ഞു നോക്കിനോന്നാ ഞാൻ എറിഞ്ഞു നോക്കാം നമുക്ക് രണ്ടാക്കും പോയിട്ട് എറിഞ്ഞു നോക്കാം ഒരു ദിവസം. അത് നല്ലൊരു ഉറപ്പാ. അല്ല അതായത് അത്രയും തോനെ എന്തുണ്ട് ഓനെ എറിഞ്ഞു നോക്കണം എന്നൊരു ആഗ്രഹം. നമുക്ക് പോയിട്ട് എറിഞ്ഞു നോക്കാം, അത് കുഴപ്പമില്ല. അത്രയും തോനെ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക. ബംഗാളികൾ ഉണ്ട് അവിടെ. അപ്പൊ ഇവരിലൊക്കെ നമ്മളെ നാട്ടിൽ വരുന്ന ആളുകൾക്കൊന്നും നമ്മൾ ഹെൽത്ത് കാർഡ് നോക്കൂല, അവർക്ക് എന്തൊക്കെ ഡിസീസ് ഉണ്ട് നോക്കൂല, അവരെന്തൊക്കെ അറാമ്പറപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കൂല. നേരെ വരിക, ജോലി എടുക്കുക, അതല്ലേ. അവിടെ ഭയങ്കര കേസ് കൂടുതലാണ്, HIV കേസും അതുപോലത്തെ എല്ലാ കേസും കൂടുതലാണ്. അപ്പൊ അതേപോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടാരായിരുന്നു? മലയാളീസാ. ഇപ്പോഴും മലയാളീസാ? ബംഗാളീസ് അല്ലേ? ഹിന്ദി അതല്ലെങ്കിൽ ഇതൊക്കെ അറിയണം, എന്നാലേ മുടിയെട്ടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി തരുവാറിന് അത് താഴത്തേക്ക് എത്തും. കറക്റ്റ് അല്ലേ? ബംഗാളി സ്റ്റൈലിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരാ. നാദിയാ അരെ ജി ആ സ്റ്റൈലിലേക്ക് അതുണ്ടാവുക. കറക്റ്റ് ആണോ? എന്തേ ആയില്ലേ? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എങ്ങനെയാ അത്? നാദിയാ പറടജി ആ ട്രെൻഡൊക്കെ അല്ലേ ഉള്ളത്. അതായത് മാറും അത്. അപ്പൊ ഇവിടെ ഷെയറിങ് എന്താ പറയാ, മൈഗ്രന്റ് ലേബേഴ്സിൽ വരുന്ന പ്രശ്നം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അതായത് അവര് നമ്മളെ നാട്ടിലേക്ക് ഈ ഡിസീസ് കുറെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവരിലൊക്കെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഷെയറിങ് നീഡിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാവരും കൂടി ഗ്യാങ് ആയിട്ടിരുന്ന്, നല്ല കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു 5 ആൾക്കാർ ഡ്രഗ് ഉപയോഗിക്കുന്ന വിചാരിച്ചോ. ഏത് ഡ്രഗാ വേണ്ടേ? പാരസിറ്റമോൾ, MDMA, ഏതാ വേണ്ടേ? ട്വിങ്ക്ലിംഗ് ട്വിങ്ക്ലിംഗ് ലിറ്റിൽ സ്റ്റാർ, വെറുതെ സ്കൂളിൽ പോയി, അതാണോ? അല്ല, കഞ്ചാവ്, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാ? ഒരൊറ്റ നീഡിലേ ഉണ്ടാവുള്ളൂ. ഇത്രയും സ്നേഹം വേറെ ഉടുന്നുണ്ടാവില്ല. റൊമാൻസ് ഇങ്ങനെ ഒഴുകിയേക്കാരം. ആദ്യത്തെ ഒരുത്തവൻ എന്ത് ചെയ്തു? അതേ നീഡിൽ തന്നെ പഫാണെങ്കിലും ഓക്കെ, ഇത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. അല്ലേ? ഇതിൽ പലരും പുകവലിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, ഉണ്ടാവും, ഇല്ലാന്നൊന്നുമല്ല. ഈ പ്രായത്തിൽ തന്നെ പലരും തുടങ്ങി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ പുകവലി പോലെ അല്ലല്ലോ ഇത്. നിങ്ങൾ നീഡിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ നമ്മളെ നവാസ് സാറ് ലാബ് ടെക്നീഷ്യനാ, സാറിനറിയാം. അത് എങ്ങനെയാണത് അത്ര പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇതിൽ തന്നെ സ്പ്രെഡ് കിട്ടുകയാണ് എല്ലാവർക്കും ഒരുമിച്ച്. ഞാനത് പറയാനുള്ള കാരണം, നമ്മളെ മലപ്പുറത്ത് വളാഞ്ചേരി തന്നെ 25ഓളം കേസാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്തത്? ഈ നീഡിൽ ഷെയറിങ്ങിലൂടെ. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു എല്ലാവരും നല്ലോലാണല്ലോ, ഇത്രയും ദുനിയാവിലും കാണാൻ പറ്റിയ അൽഹംദുലില്ലാ ഹൈറ് അങ്ങനത്തെ ആളുകളേക്കാരം കാണുമ്പോ. പക്ഷെ ഉള്ളിലിരിപ്പ് വേറെ എന്തെങ്കിലും. അപ്പൊ എപ്പോഴും നിങ്ങൾ അവിശ്വസിക്കണം എന്നല്ല പറയണത്. നിങ്ങളൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോ നമ്മളെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാ. നിങ്ങൾക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ എല്ലാത്തിനും നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ടോപ്പാവും. അതല്ല, നിങ്ങളെ കൂടെ ഉള്ളവൻ അലമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അലമ്പന്നേക്കാർ. അതാവും. ഇവര് രണ്ടാളും അവിടെ നോക്കിയിട്ട് ഞാൻ അലമ്പാട്ടോ, ഓല രണ്ടാളും അതങ്ങനെ രണ്ടാളും തന്നെ അലമ്പ് കളിച്ച് നോക്കുക. അതായത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പോയി പെടരുത്. അതാണ് എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് മദർ ടു ബേബി. അതായത് HIV ഒക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കണ്ടാമിനേറ്റഡ് നീഡിൽസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനത്തെ. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മൾ രക്തം എടുക്കേണ്ട സാഹചര്യം വരികയാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഏതാ ബൈക്ക്? ഏതാ ബൈക്ക്? പൾസ്, ഇമ്പൾസ്. ഓക്കെ, നല്ല ബൈക്കാണ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസിൽ നമ്മൾ ഒരു 100-110 ഇങ്ങനെ പോവാണ്. ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് വേണം. അപ്പൊ ഹെൽമെറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചു, പെട്ടെന്ന് ആക്സിഡന്റ് ആയി, എന്താ സംഭവിക്കുക? ചിലപ്പോൾ ചോര കുറെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
രക്തം കൊടുക്കണം. അപ്പൊ ഈ രക്തം കൊടുക്കുമ്പോൾ പണ്ടൊക്കെ, ഇപ്പൊ അത്ര ഇല്ല, കാരണം ബ്ലഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റും നോക്കും, HIV ഉണ്ടോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുണ്ടോ നോക്കിയിട്ടാണ് ബ്ലഡ് എടുക്കുക. പണ്ടത്തെ കേസിലൊക്കെ ചിലപ്പം വേറെ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ അങ്ങനത്തെ കേസിൽ കിട്ടാം. അതിപ്പോ രാജസ്ഥാനിൽ ഇപ്പൊ അടുത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വന്നിരുന്നു, ബ്ലഡ് സ്വീകരിച്ചാണ്ട് HIV വന്നൊരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ആ ഒരു അവയർനെസ് കൂടിയോടുകൂടി അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്രത്തോനെ കാണുന്നില്ല കേട്ടോ. ഇനി അടുത്തത്, ഓക്കെ, ഇനി എങ്ങനെ ഇത് പകരൂല എന്നുള്ളത്, അതും പല ആളുകൾക്കുള്ളൊരു ടെൻഷനാണ്. എങ്ങനെയൊക്കെ പകരൂല? ഉമ്മ കൊടുത്താ പകരുവോ? മറ്റേ പടത്തിൽ മറ്റേ ഇപ്പം പറയുന്നാര്, എന്റെ ഉപ്പൂപ്പ ഒരു ഉമ്മ രണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ എന്നാ പകരോ? ഇല്ല, ഉമ്മയിലൂടെ പകരൂല. പിന്നെ അതുപോലെ തന്നെ ഹഗ്ഗിങ്, ഒന്ന് കെട്ടിപ്പിടിച്ചാ പകരോ? ഇല്ല, അങ്ങനെ പകരില്ല. അതുപോലെ തന്നെ കൊതുക് കടിച്ചാലോ? കൊതുക് കടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു രോഗം പടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പത്തെ അവസ്ഥ എന്തേക്കാരം? എല്ലാവർക്കും ഉണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പൊ കൊതുക് കടന്നാ പടരോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഷെയർ ചെയ്തു, പടരോ? ഇല്ല, പകരൂല. പിന്നെ ടോയ്ലറ്റ് സീറ്റ് വരെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഒരേ ടോയ്ലറ്റ് തന്നെ, പകരോ? ഇല്ല. അതുപോലെ തന്നെ ടച്ച് ചെയ്താൽ പകരോ? ഇല്ല. അതുപോലെ തന്നെ വേർത്താ പകരോ? ചുമയിലൂടെ പകരോ? ഇങ്ങനെ ഒന്നും ഇത് പകരൂല. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡുകൾ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പകരുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ആളുകളിലില്ലേ. കുറെ ആളുകൾ ഒരു വട്ടം എന്നോട് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നാണ് ചോദിക്കുകയാണ്, സാറേ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, അപ്പൊ അവിടെ ഭയങ്കര കൊതുകുണ്ട്, അപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് കടിച്ച കൊതുക് എന്നെ കടിച്ചിട്ടാണ് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടിയത്. കിട്ടുവോ? മാസ്ക കിട്ടുവോ? ഇല്ല, കിട്ടൂല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സെക്ഷൽ ഡിസീസിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും സ്പ്രെഡ് ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക.